നമസ്കാരം. സൈബർ ലോകം വികസിച്ചതോടെ എല്ലാ മേഖലയിലും അത് ഉപയോഗിച്ച് പരമാവധി തട്ടിപ്പ് നടത്തുന്നവരുടെ എണ്ണം ഇപ്പോൾ കൂടി വരികയാണ്. ബിസിനസ് രംഗത്തും ഇപ്പോൾ ഇത്തരക്കാരുടെ എണ്ണം വളരെ കൂടുതലാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രധാനമായും ബിസിനസ് ലിസ്റ്റിങ്സിലാണ് ഇത്തരക്കാർ കടന്നുകൂടിയിട്ടുള്ളത്. ഇല്ലാത്ത കമ്പനികളുടെ പേരിലും നിലവിലുള്ള പ്രമുഖമായ കമ്പനികളുടെ പേരിനോട് സാദൃശ്യം തോന്നുന്ന രീതിയിൽ ചില സ്പെല്ലിങ്ങുകൾ മാറ്റം വരുത്തി കമ്പനികൾ തുടങ്ങിയതായി ഭാവിച്ചും ഇവർ കമ്പനി ലിസ്റ്റിങ്സിൽ കടന്നുകൂടുകയും ഇതുപയോഗിച്ച് ഉപഭോക്താക്കളെ നിരന്തരമായി കബളിപ്പിക്കുകയും ചെയ്യുന്ന രീതി വ്യാപകമായ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഗൂഗിൾ മാപ്പ് ഇതിനെതിരെ പുതിയൊരു അപ്ഡേറ്റുമായി രംഗത്തെത്തിയിരിക്കുന്നത്. പല പ്രമുഖ കമ്പനികളും ഇത്തരത്തിൽ കബളിപ്പിക്കപ്പെട്ടു എന്നാണ് കരുതപ്പെടുന്നത്. എന്നാൽ എല്ലാവരും പരാതിയുമായി രംഗത്തെത്തിയിട്ടില്ലായിരുന്നു. അമേരിക്കയിലെ ടെക്സാസിലെ ഒരു കമ്പനിയാണ് ഇത്തരത്തിലുള്ളൊരു പരാതിയുമായി ആദ്യം ഗൂഗിളിനെ സമീപിച്ചത്. തങ്ങളുടെ പേരുമായി വളരെ സാദൃശ്യമുള്ള ഇല്ലാത്ത ഒരു കമ്പനി, ഒരു തട്ടിപ്പ് സംഘം രൂപീകരിക്കുകയും അത് ബിസിനസ് ലിസ്റ്റിങ്സിൽ വരുത്തുകയും ചെയ്തത് മാത്രമല്ല, ഇവരുടെ ഫോൺ നമ്പർ മാറ്റുകയും തട്ടിപ്പുകാരുടെ ഫോൺ നമ്പർ ലിസ്റ്റിങ്സിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു. തുടർന്ന് ഇവരുമായി ബന്ധപ്പെട്ട എല്ലാവരിൽ നിന്നും ഇവർ വൻതോതിൽ പണം തട്ടിയെടുക്കുകയും ചെയ്തു. എന്നാൽ യഥാർത്ഥ കമ്പനിയാകട്ടെ ഈ ഒരു തട്ടിപ്പ് ആദ്യം മനസ്സിലാക്കിയിരുന്നതുമില്ല. പലപ്പോഴും ഇടത്തരം കമ്പനികളാണ് ഇവരുടെ തട്ടിപ്പിന് വിധേയരാകാറുള്ളത്. വൻകിട കമ്പനികൾ എപ്പോഴും ഇത്തരം കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കുകയും അവർ തങ്ങളുടെ പേര് മറ്റാരെങ്കിലും ദുരുപയോഗം ചെയ്യുന്നുണ്ടോ എന്നൊക്കെ തന്നെ വളരെ കൃത്യമായി നിരീക്ഷിക്കാനുള്ള സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഇടത്തരക്കാരാണ് പലപ്പോഴും ഇവരുടെ ഈ തട്ടിപ്പിന് ഇരയാകുന്നത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് ഗൂഗിൾ ഇപ്പോൾ പുതിയൊരു സംവിധാനവുമായി രംഗത്തെത്തുന്നത്. ഗൂഗിൾ മാപ്പിൽ ഇത്തരത്തിലുള്ള 10,000-ഓളം തട്ടിപ്പ് കമ്പനികളെ ഗൂഗിൾ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. ഇവരെല്ലാം തന്നെ ഇതിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട്. മാത്രമല്ല, ഇത് ഉപയോഗിച്ചുകൊണ്ട് വൻതോതിൽ തട്ടിപ്പ് നടത്തിയിരുന്ന ഒരു വ്യക്തിയുടെ പേരിൽ കേസും അവർ നൽകിയിട്ടുണ്ട്. എന്നാൽ ഇയാളുടെ വ്യക്തിപരമായ വിശദാംശങ്ങൾ ഗൂഗിൾ ഇനിയും പുറത്തുവിട്ടിട്ടില്ല. ഇവർ തട്ടിപ്പ് നടത്തിയതിൽ വ്യാജ ബിസിനസ്സുകൾ മുതൽ സൈബർ കുറ്റവാളികൾ ഹാക്ക് ചെയ്യുകയോ ഹൈജാക്ക് ചെയ്യുകയോ ചെയ്ത നിയമാനുസൃതമുള്ള അക്കൗണ്ടുകളും ഉൾപ്പെടുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഗൂഗിളും സൈബർ ക്രൈം സപ്പോർട്ട് നെറ്റ്വർക്കും സഹകരിക്കുന്ന ഒരു വെബ്സൈറ്റായ സ്കാം സ്പോട്ടർ ഉപയോഗിച്ച് ഉപഭോക്താക്കൾക്ക് ഈ തട്ടിപ്പുകാരെ തിരിച്ചറിയാൻ കഴിയും എന്നുള്ളതാണ് ഗൂഗിൾ ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. പലപ്പോഴും നേരത്തെ സൂചിപ്പിച്ചതുപോലെ കമ്പനികളുടെ പേരിൻ്റെ സ്പെല്ലിംഗ് അല്പം ഒന്ന് മാറ്റി അതേ പേരിൽ മറ്റൊരു തട്ടിപ്പ് കമ്പനി ഉണ്ടാക്കിയിട്ടാണ് ഇവർ നാട്ടുകാരെ പറ്റിക്കാൻ ഇറങ്ങുന്നത്. മാത്രവുമല്ല, ഇപ്പോൾ ഗൂഗിൾ നൽകുന്ന ഒരു മുന്നറിയിപ്പ് അനുസരിച്ച് നിങ്ങളുടെ URL ഈ സംവിധാനം ഉപയോഗിച്ച് വളരെ കൃത്യമായി നിരീക്ഷിക്കാൻ പറ്റും എന്നുള്ളതാണ്. നിങ്ങളുടെ പേരിൽ മറ്റാരെങ്കിലും ഇത്തരത്തിൽ തട്ടിപ്പ് നടത്തുകയാണെങ്കിൽ അത് കണ്ടെത്താനും ഈ ഒരു സംവിധാനം ഉപയോഗിച്ച് കഴിയും. ഉപഭോക്താക്കൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, ആരെങ്കിലും നിങ്ങളോട് നിങ്ങളുടെ വ്യക്തിപരമായോ അല്ലെങ്കിൽ കമ്പനിയുടെയൊക്കെ തന്നെ വിശദാംശങ്ങൾ അന്വേഷിക്കുകയാണെങ്കിൽ ഒരു കാരണവശാലും അവർക്കത് നൽകരുത് എന്നാണ് പറയുന്നത്. കാരണം ഇത് ലഭിക്കുന്നതോടുകൂടി ഇവർ കൂടുതൽ സമഗ്രമായ രീതിയിൽ തട്ടിപ്പ് നടത്താനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയുകയില്ല. ഉദാഹരണത്തിന്, ഉപഭോക്താക്കളുടെ സോഷ്യൽ സെക്യൂരിറ്റി നമ്പർ പോലെയുള്ള വ്യക്തിഗതമായ കാര്യങ്ങൾ ഒരു കാരണവശാലും ഇവർക്ക് നൽകാതിരിക്കാൻ എല്ലാവരും ജാഗ്രത പാലിക്കണം എന്നാണ് ഗൂഗിൾ ആവശ്യപ്പെടുന്നത്. സൈബർ ലോകം ഇപ്പോൾ കൂടുതൽ വികസിക്കുന്നതോടുകൂടി തന്നെയാണ് ഇവരെല്ലാവരും ഇത്തരം തട്ടിപ്പുകളുമായി രംഗത്തെത്തുന്നത്. പലപ്പോഴും യഥാർത്ഥ കമ്പനികളാണെന്ന് തെറ്റിദ്ധരിച്ചാണ് ആളുകൾ ഇവരുമായി ബന്ധപ്പെടുന്നത്. കമ്പനി ലിസ്റ്റിങ്സിൽ ഇവരുടെ പേര് ഉണ്ട് എന്നത് കാണുമ്പോൾ ശരിക്കും വളരെ പ്രശസ്തമായ നിലയിൽ പ്രവർത്തിക്കുന്ന പല സ്ഥാപനങ്ങളുമാണ് ഇവ എന്ന് കരുതിയാണ് ആളുകൾ ഇതുമായി ബന്ധപ്പെടുന്നത്. അങ്ങനെയാണ് അവർ വലിയ തോതിലുള്ള തട്ടിപ്പുകൾക്ക് ഇരയാകുന്നത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇത്തരം തട്ടിപ്പുകൾക്ക് നമ്മൾ ഇരയായാൽ അടിയന്തരമായി തന്നെ അത് അധികൃതരെ അറിയിക്കുക എന്നുള്ളതാണ്. ഇവിടെ സംഭവിച്ചിട്ടുള്ളത് പല സ്ഥാപനങ്ങളും ഇത് അറിയിച്ചിട്ടില്ല എന്നുള്ളതായിരുന്നു. ഏതാണ്ട് ടെക്സാസിലെ ഒരു ഇടത്തര സ്ഥാപനം തങ്ങൾക്ക് ഇത്തരത്തിലുള്ളൊരു കബളിപ്പിക്കൽ സംഭവിച്ചു എന്ന് പരാതി നൽകിയതിനെ തുടർന്നാണ് വിപുലമായ തോതിലുള്ള അന്വേഷണം നടക്കുകയും ഇത്തരം കുറേ തട്ടിപ്പ് കമ്പനികളെ പിടികൂടുകയും ചെയ്തു. മാത്രമല്ല, ഗൂഗിൾ ഇപ്പോഴും ഇത്തരത്തിലുള്ള തട്ടിപ്പുകാർ പ്രവർത്തിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഇനി അധികകാലം ഇവർക്ക് ഇത്തരത്തിലുള്ള തട്ടിപ്പ് നടത്തി മുന്നോട്ട് പോകാൻ കഴിയുകയില്ല എന്നുള്ളത് ഉറപ്പായി. ഗൂഗിൾ അതിനുള്ള വളരെ സമഗ്രവും ശക്തവുമായ ഒരു സംവിധാനം തന്നെയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. നമ്മുടെ ആഗോളതലത്തിൽ തന്നെ ഷെയർ മാർക്കറ്റ് രംഗത്തും വ്യവസായ മേഖലയിലുമൊക്കെ തന്നെ വലിയ തോതിലുള്ള തട്ടിപ്പുകൾ തടയാൻ ഗൂഗിളിൻ്റെ ഈ ഒരു പുതിയ സംവിധാനം പ്രയോജനപ്പെടും എന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്.